മച്ചന്മാരെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള അമ്മായിൻ്റെ വീട്ടിൽ എത്തി. അമ്മായിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ നമ്മളെ ലഫിമോളുണ്ട്. ലഫിമോള് ഭയങ്കര ഇതിലാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ഷെയറിംഗ് വീഡിയോ. പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളൊരു അമ്മായിൻ്റെ വീട്ടിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളും ചെറിയ കാര്യങ്ങളും വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. കൂടെ നമ്മളുള്ളത് നമ്മൾ സ്വന്തം ലിഫിമോൾ ഉണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പം നമുക്ക് വീഡിയോ ടൈം സ്പെൻഡ് ചെയ്യേണ്ട വീഡിയോക്ക് പോവാം. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെ ഒരു ചക്രമത്തിൻ്റെ ഫേവറേറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ചക്രമത്ത് എങ്ങനെ ഉണ്ടാക്കാം, ചക്രമത്തിൻ്റെ ഉണ്ടാക്കുന്ന രീതികളാണ്. നമ്മൾ ചക്രമത്ത് റെഡിയാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു 1.5 അല്ലെങ്കിൽ 1.25 കിലോ മത്തമ്മൾ വേണം. ആ മത്തമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1.25 ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത് മാവാണ്. മാവ് എന്താ വെച്ചാൽ ഒരു 1/2 കിലോ മാവ് എന്തായാലും, അല്ലെങ്കിൽ 1/2 കിലോ 1/4 കിലോ മാവ് എന്തായാലും വേണം. ഈ മാവ് നല്ലവണ്ണം കുഴക്കണം. ഈ മാവ് നല്ല ഇതിൽ പിടിച്ചിട്ട് നല്ല കുഴച്ച് റെഡിയാക്കണം. അപ്പോൾ കുഴക്കുന്ന രീതി നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ലോണം കൈ കൊണ്ട് നല്ലോണം കുഴച്ച് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുഴച്ച് പിടിക്കണം. പിന്നെ ഈ മാവിനെ നല്ലോണം ചെറിയ ഇതളാക്കിയിട്ട് ഇങ്ങനെ പിടിക്കണം. ആ രീതി വട്ടത്തിൽ ഇങ്ങനെ ഒരു ഇതളാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ ഒറ്റിയിട്ട് ഒരു ചെറിയ ബോളാക്കിയിട്ടുള്ളത് ഇങ്ങനെ പിടിക്കണം. ഇത് ഫുള്ളായിട്ട് അങ്ങനെ റെഡിയാക്കി ഒരു സെറ്റപ്പ് ആക്കണം. നെക്സ്റ്റ് നമ്മൾ സൽക്കാര പാനീയം, സൽക്കാര ഒഴിക്കലൊരു പാനീയമാണ്. ഈ പാനീയം നമ്മൾ റെഡി. പിന്നെ കാണുന്നത് നമ്മൾ നേരത്തുള്ള മാവ്, തേങ്ങയും ആണുള്ളത്. ഈ തേങ്ങയും ഇതൊക്കെ ഇതിലേക്ക് റെഡിയാക്കാനുള്ളതാണ്. ഈ ചക്രമത്തൊക്കെ റെഡിയാക്കാനുള്ള ഒരു സംഭവമാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇതളാക്കിയ ഈ ബോള് നല്ലോണം ഉണ്ട്. അതപ്പോൾ ഇതൊക്കെ ഇനി നെക്സ്റ്റ് കുക്കറിൽ നമുക്ക് ഇടുന്നു. കുക്കറിലിട്ടത് ഒരു 2-3 വിസിലോ 2 വിസിലാക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ശർക്കര പാനീയം ഒഴിക്കുന്നു. ഇതിൻ്റെ കൂടെ ഇത് കുക്കറിലിട്ട് നമ്മൾ വേവിച്ച് ഒരു 2 വിസിലാക്കിയിട്ട് നമ്മൾ വേവിച്ച് റെഡിയാക്കിയിട്ട് അത് എന്താ വെച്ചാൽ വെന്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നെ നേരത്തുള്ള മാവും ആ ഈതളാക്കിയ മാവ് മിക്സാക്കിയിട്ടാണ്. പിന്നെ നല്ലോണം വണ്ണം അത് മിക്സാക്കിയിട്ട് ആ മാവിനെ റെഡിയാക്കിയിട്ട് അത് നല്ലവണ്ണം മിക്സാക്കണം. അത് ഏകദേശം ഒരു വേവാണ് നേരത്തെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ കൊത്തിയിട്ട് ആ തേങ്ങ മിക്സാക്കിയിട്ട് റെഡിയാക്കി അതിന് ഫുള്ളായിട്ട് നമ്മൾ ഫേവറേറ്റ് ഉള്ള വണ്ണം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് വളരെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഏകദേശം ഒരായി നമ്മളെ ശർക്കരമത്ത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് റെഡി ആയിക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഇത് ഏകദേശം ചക്രമത്തം റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു മലപ്പുറം ഒരു നാടൻ ചക്രമത്തം. മലപ്പുറം ചക്രമത്തം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ റെസിപ്പി ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നോക്കി അടിപൊളി പൊളിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പരമാവധി ഫോളോ ചെയ്ത് നോക്കുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.